വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് റൗണ്ടിൽ ഇനി നിർണായകമായ കുറഞ്ഞ മത്സരം കൂടി അവശേഷിക്കുന്നുള്ളൂ. എല്ലാ ഗ്രൂപ്പിലും ആദ്യ 2 റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി നിർണായകമായ 3-ാം റൗണ്ട് മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. എന്നാൽ ഗ്രൂപ്പ് റൗണ്ട് കഴിയുന്നതിന് മുമ്പ് തന്നെ ഗോളടിച്ച് തിമിർക്കുകയാണ് സൂപ്പർ താരങ്ങൾ. ഇത്തവണ ഗ്രൂപ്പ് റൗണ്ടിൽ തന്നെ ഗോളടി മേളമാണ് കാണാനാകുന്നത്. പല സൂപ്പർ താരങ്ങളും ഗോളടിച്ച് കൂട്ടുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിസ്മയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഗോൾഡൻ ബൂട്ട് റേസിൽ 1-ാം സ്ഥാനത്ത് 39-കാരനായ ലിയോ മെസ്സിയാണ്. വെറും 2 മത്സരങ്ങളിൽ നിന്ന് ഹാട്രിക് ഉൾപ്പെടെ ലിയോ 5 ഗോളുകളാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇത് ഫുട്ബോൾ ലോകത്തിനെയും വേൾഡ് കപ്പിനെയും വിസ്മയിപ്പിക്കുന്ന കണക്കാണ്. മെസ്സിക്ക് പിറകെ യുവ സൂപ്പർ താരങ്ങളുമുണ്ട്. 2 മത്സരങ്ങൾ മാത്രം കളിച്ച എർലിംഗ് ഹാലൻഡ് 4 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് കിലിയൻ എംബാപ്പയും. 2 മത്സരങ്ങൾ കളിച്ച എംബാപ്പെ ഇതിനോടകം 4 ഗോളുകൾ സ്കോർ ചെയ്തു കഴിഞ്ഞു. 3 മത്സരങ്ങളിൽ 4 ഗോളുമായി ബ്രസീലിയൻ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറും ഗോൾഡൻ ബൂട്ട് റേസിൽ പിന്നാലെ തന്നെയുണ്ട്. വേൾഡ് കപ്പിൽ ഇനിയും നിർണായകമായ പോരാട്ടങ്ങളാണ് സൂപ്പർ താരങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ ആരായിരിക്കും ഗോൾഡൻ ബൂട്ട് നേടുക? പ്രമുഖ സ്പോർട്സ് മാധ്യമമായ ബീൻ സ്പോർട്സിന്റെ പ്രവചനം വന്നിരിക്കുകയാണ്. AI ടൂൾ ഉപയോഗിച്ചാണ് അവർ ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. നമുക്ക് റാങ്ക് ലിസ്റ്റ് നോക്കാം. 4 ഗോളുകളുമായി വിനീഷ്യസ് ജൂനിയറും ക്രിസ്ത്യാനോ റൊണാൾഡോയുമെല്ലാം റാങ്കിൽ 6-ാം സ്ഥാനത്തായിരിക്കും ഉണ്ടാവുക. 5 ഗോളുമായി ഹാരി കെയ്ൻ 5-ാം സ്ഥാനത്ത്. 6 ഗോളുമായി ലെമിനെ യമാൽ 4-ാം സ്ഥാനത്തുണ്ടാകും. നോർവേ സൂപ്പർ താരമായ എർലിംഗ് ഹാലൻഡ് 8 ഗോളുകളുമായി ഗോൾഡൻ ബൂട്ട് റേസിൽ 3-ാമതായിരിക്കും ഉണ്ടാവുക. കിലിയൻ എംബാപ്പെ 9 ഗോളുകൾ നേടും. അദ്ദേഹം മെസ്സിക്കു പിറകെ 2-ാം സ്ഥാനത്ത്. 11 ഗോളുകളുമായി ലിയോ മെസ്സി ആയിരിക്കും ഇത്തവണ ഗോൾഡൻ ബൂട്ട് നേടുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ 5 ഗോളുകൾ നേടിയ ലിയോ മെസ്സി ഇനി 6 ഗോൾ കൂടി നേടുമെന്നാണ് ബീൻ സ്പോർട്സിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇത് പ്രവചനം മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഇത്തവണ 6 ഗോൾഡൻ ബൂട്ട് സ്വന്തമാകും? എത്ര ഗോളുകൾ നേടും? തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വേൾഡ് കപ്പ് വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം.